ഓപ്പൺ സർജറീസിൽ നിന്നും കീഹോൾ സർജറീസിലേക്കും റോബോട്ടിക് സർജറീസിലേക്കും എത്തിയിരിക്കുന്ന ഒരു കാലമാണ്. ആരോഗ്യത്തിൽ ഇന്ന് ഞാൻ രേണു. എനിക്കൊപ്പമുള്ളത് സൺറൈസ് ഹോസ്പിറ്റലിലെ 3 ഡോക്ടേഴ്സാണ്. ഗ്യാസ്ട്രോ സർജനുണ്ട് ഡോക്ടർ ഷബാന, 2 ജനറൽ സർജൻസാണ് ഡോക്ടർ ഷഹീം ആൻഡ് ഡോക്ടർ രമ്യ. എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇപ്പം ഹെർണിയ ഡോക്ടർ, ഇപ്പം ഹെർണിയ വരുന്ന സമയത്ത് ഇപ്പം എൻ്റെ അപ്പന് പണ്ട് ഹെർണിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സർജറിയൊക്കെ ചെയ്തത് കളഞ്ഞു. പിന്നീട് പലരായിട്ട് ഹെർണിയ എന്തിനാണ് സർജറി ചെയ്തേ, ഹെർണിയ തന്നെ കൊണ്ടുവരുന്നു എന്ന്. അങ്ങനെ ഹെർണിയ തന്നെ പോകുമോ? ഇല്ല. ഹെർണിയ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വേണ്ടിയിട്ട് ആകെ ഒരു വഴിയേ ഉള്ളൂ, സർജറി ചെയ്യാതെ ഹെർണിയ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പോകില്ല. ദാറ്റ് ഈസ് ഓൺലി വേ. അത് തനിയെ പോകില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ഹെർണിയ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാണുമ്പോൾ അവർ കിടക്കുമ്പോൾ ഉള്ളിൽ പോകണം. പക്ഷെ ആ ഒരു ഡിഫക്റ്റ്, ആ ഒരു ഓപ്പണിങ്, ഏതിലൂടെയാണോ കുടലോ ഫാറ്റോ ഇറങ്ങി വരുന്നത്, ആ ഒരു ഓപ്പണിങ് അവിടെ തന്നെ കിടക്കും. അത് തന്നെ ക്ലോസ് ആവില്ല. അപ്പോൾ സർജറി എന്തായാലും ഹെർണിയയ്ക്ക് ആവശ്യമാണ്. ഹെർണിയ വന്നോ, ഹെർണിയ പ്രിവെൻറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാം ലൈഫിൽ. പക്ഷെ വൺസ് ഹെർണിയ വന്നോ പിന്നെ സർജറി തന്നെ വേണം. ഹെർണിയ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഡോക്ടർ? മസിൽ സ്ട്രെങ്തനിങ് ആണ് ഹെർണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട്. കാരണം മസിലിൽ ഡിഫക്റ്റ് വന്നിട്ടാണ് ഈ ഹെർണിയ കണ്ടൻസ് പുറത്ത് വരുന്നത്. സോ മസിൽ സ്ട്രെങ്തനിങ് ആണ് മെയിനായിട്ട്. ഫുഡ് കണക്റ്റഡ് ആണോ ഹെർണിയ? ഫുഡ് കണക്റ്റഡ് ആയിട്ടല്ല, ഇല്ല, മസിൽസിൻ്റെ മാത്രം. സോ ലൈക്ക് ഫുഡ് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല ഹെർണിയക്ക്. പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് നമ്മൾ ഈ അബ്ഡോമിനൽ വാളിലും പിന്നെ പെൽവിസിൻ്റെ അവിടെയുള്ള ഹെർണിയ ആണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്ത് ആണ് അതിൻ്റെ മെയിൻ കാരണം. ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് മോശമാണെങ്കിൽ ഞങ്ങൾക്ക് മോശം ബവൽ ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ നല്ലോണം സ്ട്രെയിൻ ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ വരും, പിന്നെ വണ്ണം വെക്കുമ്പോൾ പുറത്തുള്ള പോലത്തെ തന്നെ അതിനേക്കാളും കൂടുതൽ ഫാറ്റ് ഉള്ളിലുണ്ടാവും. ഈ ഫാറ്റൊക്കെ ഞങ്ങളെ വയറിൻ്റെ മേലെ നല്ലോണം പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈം ഞങ്ങളുടെ മസിൽസൊക്കെ വീക്കാവും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഞങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ഞങ്ങളുടെ ബോഡീനെ വീക്കൻ ചെയ്തിട്ട് ഞങ്ങളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ ആ വയറ് ചാടുമ്പോഴൊക്കെ ഹെർണിയ വരാനുള്ള റിസ്ക് കൂടും. യെസ്, ഈ ഹെർണിയ വരാനായിട്ട് ക്രോണിക് ആയിട്ടുള്ള ഈ സ്ട്രെയിനിങ്ങും ക്രോണിക് കോഫ്, എപ്പോഴും ചുമയുള്ള ആൾക്കാർക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അപ്പന് നല്ല വയറുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നത്. ഇനി ഹെർണിയ വരുന്നത് വയറിൽ മാത്രമാണോ, ഈ ഏരിയ മാത്രമാണോ ഹെർണിയ വരുന്നത്? വയറിൻ്റെ ഭിത്തികളിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളിലൂടെയാണ് നമ്മുടെ വയറിനുള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് വയറിൻ്റെ മുൻഭാഗത്ത് വരുന്ന വെൻട്രൽ ഹെർണിയാസ് അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റും വരുന്ന അംബിലിക്കൽ ഹെർണിയാസ് എന്ന് പറയും. അടിവയറിൽ വരുന്ന ഇൻഗ്വേനൽ ഹെർണിയാസ് വരാം. അതേപോലെ തന്നെ ആമാശയം അന്നനാളത്തിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞ് വരാം. നമ്മുടെ ഡയഫ്രത്തിൽ വരുന്ന ഡയഫ്രമാറ്റിക് ഹെർണിയാസ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭിത്തിയിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളിൽ ഇതുവഴി വേണമെങ്കിലും നമുക്ക് ഹെർണിയാസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഹെർണിയ ഇത് വരാതിരിക്കാൻ ഡോക്ടർ പറഞ്ഞല്ലോ മസിൽ ടൈറ്റൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ടും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മസിൽ ടൈറ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ? അല്ല, എല്ലാത്തിനും വർക്കൗട്ടല്ല. ബട്ട് ഇതൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ചാണ് വേണ്ടത്. ഒന്ന് ഞങ്ങൾ പറഞ്ഞു, അമിതവണ്ണം, പിന്നെ ഞങ്ങളെ ഫുഡ് ഹാബിറ്റ്സിൽ കോൺസ്റ്റിപ്പേഷൻ വരിക, പിന്നെ നമ്മൾ ഇപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് വേണ്ടി വെയിറ്റ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിനൊരു കറക്റ്റ് പോസ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരു അബ്ഡോമിനൽ വാൾ ഒരു എൻഗേജ് ചെയ്യുന്ന രീതിയൊക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം മൊത്തം ഈ വയറിൻ്റെ മേലെ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൂടുതൽ തള്ളുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ദെൻ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ട് ഹെർണിയക്ക്. മേ ബി പോസ്റ്റ് ഡെലിവറി ആയിരിക്കാം, പോസ്റ്റ് സർജറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു വീക്കെൻഡ് ബോഡി ആയിരിക്കാം. അപ്പോൾ റോങ് പോസ്ചറിലും ഇതൊക്കെ എൻഗേജ് ചെയ്യാതെ നമ്മൾ വെയിറ്റ് എടുക്കാൻ പോയാൽ അപ്പം വേണമെങ്കിൽ ഹെർണിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്. ഒരു നല്ല ഓപ്റ്റിമൽ വെയിറ്റ് ആയിരിക്കണം, ഒരു എൻഗേജിങ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഒരു 30 years ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസ്, ജസ്റ്റ് ഓടുന്ന മാത്രം എക്സസൈസ് അല്ലാതെ കുറച്ചൊക്കെ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ നോക്കണം. പിന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലത്തെ കോൺസ്റ്റിപ്പേഷനോ കഫ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോളിലായിരിക്കണം. പിന്നെ സ്മോക്കിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്മോക്കിംഗ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ്. നമ്മുടെ ബോഡിയുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിലിൻ്റെ പാടകൾക്കും ശക്തി കുറയുകയും അത് ഹെർണിയ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ശ്വാസകോശം മാത്രമല്ല ഹെർണിയ വരും. നമ്മൾ യൂഷ്വലി ഹെർണിയ സർജറീസിനും വരുന്ന പേഷ്യൻസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. കാരണം സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെർണിയ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ വയറിന് വരുന്ന എല്ലാ മുഴകളും ഹെർണിയ ആണോ? അതെങ്ങനെയാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയുക? അത് ഡോക്ടർ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, കിടക്കുമ്പം അത് ഉള്ളിലോട്ട് പോകും. സാധാ മുഴകൾ അങ്ങനെ കിടക്കുമ്പോൾ ഉള്ളിലോട്ട് പോകില്ലല്ലോ. ഹെർണിയ ഒരു ഡിഫക്റ്റ് ഉണ്ട്. നമ്മൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ, അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോഴും അത് പുറത്തോട്ട് വരും. കിടക്കുമ്പോൾ ആ ഡിഫക്റ്റിൽ കൂടെ അത് വോട്ടെവർ ഫാറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കുടലാണെങ്കിൽ അത് തിരിച്ചുള്ളിലോട്ട് പോകും. അങ്ങനെയാണ് ഹെർണിയയും വേറെ നമ്മുടെ അല്ലാത്ത മുഴയും തമ്മിൽ തിരിച്ചറിയുന്നത്. അത് ഈ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും വരാം. ദാറ്റ് ഇസ് ഹൗ വി ഡിഫറൻഷിയേറ്റ്.
ഇത് കൂടുതലായിട്ട് ഹെർണിയ വരുന്നത് പുരുഷന്മാർക്കാണ് എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയില്ല. ചില ഹെർണിയാസ് പുരുഷന്മാരിൽ കൂടുതൽ വരാം, ചിലത് ഫെമറൽ ഹെർണിയൊക്കെ സ്ത്രീകൾ കൂടുതൽ വരാം. പൊക്കിളിൻ്റെ അവിടെയുള്ള സ്ത്രീകൾ എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞവരിലൊക്കെ പൊക്കിളിൻ്റെ അവിടെയുള്ള ഹെർണിയ കുറച്ച് കോമൺ ആണ്. കാരണം അവരുടെ അബ്ഡോമിനൽ വാൾ ഓൾറെഡി ഈ പ്രഗ്നൻസി കാരണം വീക്കൻ ആയിരിക്കും. പിന്നെ കഞ്ചനൈറ്റൽ ഹെർണിയ കുട്ടികളിൽ മാത്രമായിരിക്കും കാണുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്. എല്ലാം പുരുഷന്മാരിൽ കൂടുതലൊന്നുമില്ല. കുട്ടികളിൽ ഹെർണിയ ഉണ്ടോ? ഞാനൊരു പ്രായമായി കഴിഞ്ഞാൽ മാത്രം വരുന്ന ഒരു അസുഖം എന്നാണ് വിചാരിച്ചത്. കുട്ടികളിൽ പൊക്കിളിന് ചുറ്റും വരുന്ന ഹെർണിയകൾ, അതേപോലെ തന്നെ അടിവയറ്റിൽ വരുന്ന ഹെർണിയകളൊക്കെ കുട്ടികളിലും ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാറുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഡയഫ്രമാറ്റിക് ഹെർണിയ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഈ ലങ്സ് ഉള്ള സ്ഥലവും ഞങ്ങളുടെ കുടലുള്ള സ്ഥലം സെപ്പറേറ്റ് ചെയ്യുന്ന മസിലാണ് ഡയഫ്രം. അതിൽ ഹെർണിയം ചെറിയ എന്താ പറയുക ന്യൂ ബോൺ ബേബീസിലൊക്കെ കാണാം, അറ്റ് ബർത്ത് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് റിപ്പയർ ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഹെർണിയ ഒരിക്കൽ വന്നു കഴിഞ്ഞു, നമ്മൾ സർജറി ചെയ്തു, അത് വീണ്ടും നമുക്ക് വരുമോ? വരാം. അത് ലൈക്ക് രണ്ട് കാര്യം. നമ്മളിപ്പോൾ ഒരു ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇപ്പം വലിയ ആൾക്കാർക്ക്, കുട്ടികൾക്കാകുമ്പോഴത്തേക്കും നമ്മൾ നെറ്റ് ഇടാതെയാണ് സർജറി ചെയ്യുക. വലിയ ആൾക്കാർക്ക് നെറ്റ് അഥവാ മെഷ് എന്ന് പറഞ്ഞാൽ മെഷ് ഇട്ടിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക. അപ്പം ആ മെഷ് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു 3 months ഒരു ഹീലിംഗ് പീരീഡ് വരും. ആ ഹീലിംഗ് പീരീഡിൽ നേരത്തെ പറഞ്ഞ നമ്മൾ വയറിന് പ്രഷർ കൂടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യുക, മൂത്രതടസ്സം അവോയ്ഡ് ചെയ്യുക, വിട്ടുമാറാത്ത ചുമ വരികയാണെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇത് അവോയ്ഡ് ചെയ്യാതെ ലൈക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പിന്നെയും വെയിറ്റുകളൊക്കെ ഒരുപാട് എടുത്ത് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വെക്കുന്ന മെഷുകൾ തന്നെ ചിലപ്പോൾ തെന്നി നീങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഹെർണിയ തിരിച്ചു വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. 3 months എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ തടസ്സമൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഹെർണിയയുടെ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെഷ് വെക്കാൻ പറ്റില്ല ആ സമയത്ത്. അങ്ങനെയാണെങ്കിലും ദെർ ഇസ് റിക്കറൻസ് ചാൻസ്. പിന്നീട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഡോക്ടർ, സ്മോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഹെർണിയ സർജറി ചെയ്ത് കഴിഞ്ഞ് അത് മെഷ് അവിടെ ഫിക്സ് ആയി, പിന്നെയും സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ വേറെ എവിടെയെങ്കിലും ഹെർണിയ വരാം. അപ്പോൾ ദേ ഹാവ് ടു സ്റ്റോപ്പ് ദ തിങ്സ്. എന്താണ് ഹെർണിയ ഉണ്ടാക്കിയത്, ആ ഹാബിറ്റ്സ് ഒക്കെ അവർ നിർത്തേണ്ടത്. അതായത് ഇപ്പം ഇട്ട മെഷ് അവിടെ ഇരുന്നു, അടുത്ത സ്ഥലത്തോട്ട് മെഷ് ഇടാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സർജറീസും കീഹോൾ സർജറീസും. അപ്പം ഓപ്പൺ സർജറീസിൽ വെക്കുന്ന മെഷിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് അവിടെ തന്നെയാണ് മുറിവിടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും റിക്കറൻസ് ചാൻസസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്.